ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കേക്ക് തന്നെയാണ്, റോസ് മിൽക്ക് കേക്ക്. നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ശരിക്കും സാധാരണ കേക്ക് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു സ്മെല്ലൊന്നും നമുക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ ഈ ഒരു കേക്കിന് അതും കൂടെ ഒരു ആഡ് ഓൺ ആണ്. കാരണം ആ ഒരു റോസ് മിൽക്കിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് എസൻസിൻ്റെ കുത്തലോ അങ്ങനെ ഒന്നുമില്ല, ഒരു മൈൽഡ് ഫ്ലേവറുള്ള റോസ് മിൽക്ക് കേക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു കേക്കും നമ്മൾ ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. കഴിയുന്നതും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റോസ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് റോസ് മിൽക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ബാക്കി മുഴുവനായിട്ട് മൈദ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൂസ് ഫാമിലി എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് കോൺഫ്ലോർ കേക്കിൽ ആഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് കേക്കിന് കുറച്ചുകൂടെ നല്ലൊരു ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മൈദ മാത്രം എടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതപ്പം അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലാണ് കേട്ടോ. ബീറ്ററുള്ളവർ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി. അപ്പം മിക്സിയുടെ ജാറിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് സമയം വെച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചങ്ങ് എടുക്കണം. ഒരു 10-20 സെക്കൻഡ് അത് മതി. അതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റോസ് മിൽക്ക് എൻ്റെ മിക്സൊക്കെ ചേർക്കുന്നുണ്ട്, എങ്കിലും വാനില എസൻസ് ചേർക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്കിൽ മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടാവും. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഓയിൽ ചേർത്ത് നമുക്ക് ലോ സ്പീഡിലിട്ടിട്ട് അടിച്ചാൽ മതി. അതപ്പം അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്കാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് കേട്ടോ എടുക്കുന്നത്. 7 ഇഞ്ചിൻ്റെ ട്രേ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കേക്ക് ട്രേ ഒന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യണം. നമ്മൾ ഈ കേക്കിന് എടുത്തിട്ടുള്ള ഓയിലിൻ്റെ കപ്പിലുള്ള ഓയിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അതിനുവേണ്ടി വേറെ ഓയിൽ എടുക്കണ്ട. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഓയിലൊക്കെ അധികമായി പോകുന്നത്. സൈഡൊക്കെ മുരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അധികം ഓയിൽ ഗ്രീസ് ചെയ്താൽ. അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലുള്ള ഓയിൽ മാത്രം മതി എന്ന് വിചാരിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അളവ് മനസ്സിലാവും. ബട്ടർ പേപ്പർ വെച്ചിട്ടും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓയിൽ എല്ലായിടത്തൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ഞാൻ എടുക്കുന്നത് ടൈഗറിൻ്റെ റോസ് മിൽക്കിൻ്റെ റോസ് മിക്സ് ആണ് കേട്ടോ. ഇത് നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അളവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അധികമായി പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു സിന്തറ്റിക് ടേസ്റ്റ് വരും. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, കളർ കൂട്ടാൻ വേണ്ടി ഈ മിക്സ് കൂടുതലായിട്ട് ചേർക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. 3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ബാറ്റർ. ഇനി ഇതിലേക്ക് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചുല വെച്ച് സൈഡിലുള്ള ആ ഒരു ബാറ്ററൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ ശരിക്കും നല്ല ഫ്ലഫി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ ഇരിപ്പുണ്ട്. ബീറ്റർ വെച്ചാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഫ്ലഫി ആയി കിട്ടും കേട്ടോ. അത് വേറൊരു പെർഫെക്ഷനാണ്. എന്നാലും ഇത് കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട. നമുക്ക് കേക്ക് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു സ്ക്വയർ വെച്ചൊന്ന് ഇളക്കി ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ടാപ്പ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയാൽ കേക്കിൻ്റെ ഉള്ളിൽ ഹോൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് അവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറ്റർ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും തീയുടെ ചൂടിനനുസരിച്ച്. അപ്പോൾ അത് നല്ലൊരു സ്മെല്ല് വരുമ്പം അപ്പം തന്നെ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. സ്ക്യൂറിലൊന്നും പറ്റി പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റർ ഉപയോഗിച്ചും വിപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വിപ്പ് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് വിശ്വാസം. കാരണം ആർക്കും അങ്ങനെ ഒരു പ്രശ്നമൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണേ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഓവൻ സെറ്റപ്പിനെ കുറിച്ചും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ബിഗിനർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ബേക്കിംഗ് ക്ലാസ്സുകളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റോസ് മിൽക്ക് കേക്ക് അല്ലേ, അപ്പം നമ്മൾ കേക്ക് സ്റ്റോക്ക് ചെയ്യുന്നതും റോസ് മിൽക്കിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആ ഒരു മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും 1.5 കപ്പ് മിൽക്ക് മിക്സ് ആണ് കേട്ടോ വരിക. മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിലാണ് കേട്ടോ ഈ ഒരു അളവ് എടുക്കുന്നത്. മധുരം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്ത് തന്നെ ടൈഗറിൻ്റെ റോസ് മിക്സ് ആണ്. അപ്പോൾ ഇത് നമുക്കൊരു 3 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ബൗളിലേക്ക് ഒഴിക്കരുത്, കൺട്രോളില്ലാണ്ട് വീണ് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പൂണിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം ഇത് ഒരുപാട് ഇരിക്കുന്ന കരുതി കൂടുതലെടുത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വല്ലാത്തൊരു സിന്തറ്റിക് ടേസ്റ്റ് നമുക്ക് കേക്ക് കഴിക്കാനേ പറ്റില്ല. അതേസമയത്ത് മൈൽഡായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഒരു 3 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ കളറൊക്കെ ഒരു ലൈറ്റ് പിങ്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ. അത് മതി. ഇനി എന്തെങ്കിലും നമുക്ക് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുക്കുന്നുണ്ട്. ഒരു 8-10 കാഷ്യൂ നട്ട്സ് അത് മതി. അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട, ഒരുപാട് വലിയ വലിയ പീസസും ആവണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കട്ടെ. ഇതുവരെയും നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മിക്സിയിലാണ് ചെയ്തതെന്നൊന്നും ആരും പറയില്ല, അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നമുക്കിതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ലെയറാക്കി കട്ട് ചെയ്യാൻ കത്തി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം കത്തി വെച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നൈലോണിൻ്റെ ത്രെഡ് വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. അതിലൊക്കെ അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2ാമത്തെ ലെയറും പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. 3ാമത്തെ ലെയറാണ്. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് മിക്സ് വെച്ച് അങ്ങ് സോക്ക് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മിക്സിന് ലൈറ്റ് കളറാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത് കേക്ക് അങ്ങ് അബ്സോർബ് ആകുമ്പോഴത്തേക്കും അതിനൊരു പിങ്ക് കളർ വരും. അതായത് റോസ് മിൽക്കിൻ്റെ അതേ ഒരു കളർ വരും കേക്കിനും. എല്ലാ ലെയറിലും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മിൽക്ക് മിക്സിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ ചെയ്ത് വെക്കരുത്. കേക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രമേ ഈ സോക്കിംഗ് ചെയ്യാവുള്ളൂ. നമുക്ക് ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ ലെയർ വെച്ച് കൊടുക്കാം. നമുക്ക് മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കണം നിർബന്ധമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തേച്ച് കൊടുത്താലും മതി. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ മാത്രം എടുത്തിരുന്നാൽ മതി. പാലറ്റ് നൈഫ് വെച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് അതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ വയ്ക്കാം. റോസ് മിൽക്ക് ഒഴിക്കാം. ക്രീം ആക്കിയതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ടും അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുകളിലും ക്രീം അങ്ങാക്കി കൊടുക്കുകയാണ്. പാലറ്റ് നൈഫ് വെച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് തെറിച്ച് നിൽക്കുന്ന ആ ക്രീം അവിടെ തന്നെ അങ്ങ് പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് തേച്ച് തന്നെ അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി ക്രീമും കൂടെ സൈഡിലങ്ങ് ആക്കി കൊടുക്കുക. എന്നിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് അതൊന്ന് സ്പ്രെഡ് ചെയ്ത്, അതുപോലെ ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പതുക്കെ ഒന്ന് കറക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതേപോലെ തന്നെ ഒന്നുകൂടെ ചെയ്താൽ മതി. കേക്ക് പുറമെ കാണുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ക്രീമാക്കി കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രേപ്പർ വെച്ച് ഒന്ന് കറക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കതൊരു പാലറ്റ് നൈഫ് വെച്ച് മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു സിമ്പിൾ ഡെക്കറേഷനാണ്. പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു നോസിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നൂർ N2 എന്ന നോസിലാണ്. അതിലേക്ക് നമുക്ക്
റെഡ് കളറ് സൈഡിലായിട്ട് മാത്രമായിട്ടൊന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ആ ഒരു റെഡും വൈറ്റും കൂടെ ആ ഒരു കളർ കോമ്പിനേഷൻ വരാനായിട്ട് 2 സൈഡിലും അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. ഇനി ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ട്. അത് പൈപ്പിംഗ് ബാഗിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു തരത്തിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കറക്കി 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 അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു ഫ്ലവർ വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ടതാണ്. ഞാൻ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് റെഡ് കളറ് കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ നമുക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു നോസിലാണ് കേട്ടോ എടുക്കുന്നത്. വെറുതെ റൗണ്ടായിട്ടുള്ള ഒരു നോസിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പൊക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു മുട്ട് പോലെ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയത് കാണാനായിട്ട്. സിമ്പിൾ ഒരു ഡിസൈനാണ്. അത് മുഴുവനും ചെയ്യുവാണ്. അതിപ്പോൾ മോളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇനി ഇതാ നമുക്ക് ഈ ഒരു റോസ് ഫ്ലവർ വെച്ച് കൊടുക്കണം. ഇപ്പോൾ റോസ് ഫ്ലവർ ഫോണ്ടൻറ്റ് കൊണ്ട് ചെയ്തതാട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഫ്ലവറാണ്. അപ്പോൾ അത് ഈ ഒരു കേക്കിന് ഉപകരിച്ചു. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ഡെക്കറേഷനാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡെക്കറേഷനാണ്. ഇനിയിപ്പം ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല, നോസിലൊന്നുമില്ല, പൈപ്പിംഗ് ബാഗൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ കുറച്ച് ഗണാഷ് ഉണ്ടാക്കി ആ ഗണാഷിൽ കുറച്ച് കളർ, ലൈറ്റ് പിങ്ക് കളർ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അതും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോഴേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇപ്പം പിറ്റേ ദിവസമാണ് കേട്ടോ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഒരു നൈഫ് വാങ്ങിച്ചിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു നൈഫാണ്. നൈഫും കേക്ക് സെർവ് സ്പാച്ചുലായും കൂടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിലുള്ള ഒരു ഐറ്റമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇച്ചിരി റേറ്റ് കൂടുതലാണ്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തു. ഉള്ളിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ അടിപൊളിയാണ്. പുറമേ ആണെങ്കിൽ റെഡ് വൈറ്റ് കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്. സ്പാച്ചുലയിൽ ആ ഒരു ഡിസൈൻ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. അതൊരു പ്രത്യേക ഭംഗി. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്താ പറയുക, ശരിക്കും നമ്മൾ ആ ഒരു റോസ് മിൽക്ക് കഴിക്കുന്ന അതേ ഒരു ഫീൽ. അതിലും ടേസ്റ്റിയാണ്. കാരണം ക്രീമും എല്ലാ കേക്കും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു നട്ട്സ് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അതും നന്നായിട്ട് മാച്ചായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആ ഒരു എസൻസിൻ്റെ കുത്തലോ ഒന്നുമില്ല. ലൈറ്റായിട്ട് ആ ഒരു റോസ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റാണുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നന്നായിട്ട് തണുപ്പിച്ച് മാത്രമേ കേക്ക് കഴിക്കാവുള്ളൂ. ചൂടത്തുനിന്നൊക്കെ കയറി വന്നു വെച്ചാൽ നന്നായിട്ട് തണുത്ത റോസ് മിൽക്ക് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതേപോലെ ആ ഒരു തണുപ്പോട് കൂടി തന്നെ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കേക്കാണേലും നല്ല ജ്യൂസിയാണ്, നല്ല ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടമാവും എല്ലാവർക്കും. ഒരു പ്രത്യേക കേക്ക്. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് 1.25 കിലോ വരുന്ന ഒരു കേക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 700 to 900 ഒക്കെയാണ്. കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ഒരു മിക്സൊക്കെ, റോസ് മിൽക്കിൻ്റെ മിക്സൊക്കെ എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. പുറമേ ഒക്കെ ഉള്ള രാജ്യങ്ങളിൽ ഈ ഒരു മിക്സ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിസ്തയുടെ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ എസൻസ് ഉപയോഗിച്ചാലും മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.